ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സിമെഡിടെക് ഓൺലൈൻ അക്കാഡമി. ഇന്ന് നമ്മൾ PSCയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ലാസ്റ്റ് പാർട്ടുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻറ്റികോയാഗുലൻ യൂസ്ഡ് ഫോർ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. ഓപ്ഷൻ എ ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സ്ചർ, ഓപ്ഷൻ ബി EDTA, ഓപ്ഷൻ സി ഹെപ്പാരിൻ, ഓപ്ഷൻ ഡി സിട്രേറ്റ്. ഈ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഒരുപാട് MCQസിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് പറയാം. മെമ്മറി ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ് ഏതാണ്? HbA1c. ഇതുപോലെ തന്നെ ഈ ഓപ്ഷനിൽ ഒരു ആൻറ്റികോയാഗുലന്റ് മിസ്സിംഗ് ആണ്. ഏതായിരിക്കും? അയഡോ അസറ്റേറ്റ്. എന്തുകൊണ്ടാണ് ഈ അയഡോ അസറ്റേറ്റ് നമ്മൾ എന്തിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലന്റ് ആണ്. ഇവര് ബ്ലഡിന്റെ ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യുന്നത് കൂടെ തന്നെ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രജനേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് അവരവിടെ ഇനാക്ടിവേറ്റ് ചെയ്ത് ഗ്ലൈക്കോലൈസിസ് അവരവിടെ പ്രിവെന്റ് ചെയ്യുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സ്ചറും അയഡോ അസറ്റേറ്റും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഗുഡ് ആൻറ്റികോയാഗുലന്റ് എന്ന് പറയുന്നത് അയഡോ അസറ്റേറ്റ് ആണ്. അപ്പോൾ ആരും ആ ഒരു ആൻസർ തെറ്റിപ്പോവാതെ നോട്ട് ചെയ്യണം. ഇപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സ്ചർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? ഇവർ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നു, കൂടാതെ ഗ്ലൈക്കോലൈസിസ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇനോലൈസ് എന്ന് പറയുന്ന എൻസൈം ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്തുകൊണ്ടാണ് ഇവരിവിടെ ആക്ഷൻ നടത്തുന്നത്. അപ്പോൾ എന്താണ്? ആ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ അളവ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പം നമുക്ക് അക്യുറേറ്റ് മെഷർമെന്റ് ഓഫ് ഗ്ലൂക്കോസിനെ അതിനെ ഹെൽപ്പ് ചെയ്യും. മെയിൻ ആയിട്ട് പിന്നെ പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഫ്ലൂറൈഡ് ഓക്സൈഡ് മിക്സ്ചറിന്റെ ക്യാപ്പ് ഏത് കളറിലായിരിക്കും? ഗ്രേ കളർ ടോപ്പ് അല്ലെ? ഗ്രേ ടോപ്പ് ബ്ലൂ ട്യൂബ് കണ്ടെയ്ൻ ആണ് ഈ ഒരു ടൈപ്പ് ആൻറ്റികോയാഗുലന്റ് വരുന്നത്. ബ്ലഡ് സാമ്പിളിനെ പ്രിസർവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ എ ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സ്ചർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. EDTA ഒക്കെ എന്തിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? ഹെമറ്റോളജിക്കൽ സ്റ്റഡീസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹെപ്പാരിൻ ആണെങ്കിലോ ബ്ലഡ് ഗ്യാസ് അനാലിസിസിന് വേണ്ടിയിട്ട്. സിട്രേറ്റ് ആണെങ്കിലോ, സിട്രേറ്റ് അറിയാലോ അല്ലെ, ഒരു ലൈറ്റ് ബ്ലൂ കളർ, മെയിൻ ആയിട്ട് കൊയാഗുലേഷൻ സ്റ്റഡീസ്, PT, APTT, D-ഡൈമർ പോലെയുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The characteristic feature of metabolic acidosis is option A primary deficiency of alkali, option B primary excess of bicarbonate, option C primary excess of carbonic acid, option D primary deficiency of bicarbonate. നമുക്കറിയാം അല്ലേ, ഓപ്ഷൻ D ആണ് പ്രൈമറി ഡെഫിഷ്യൻസി ഓഫ് ബൈകാർബണേറ്റ്. എന്താണ് മെറ്റാബോളിക് അസിഡോസിസ്? നമുക്ക് ഒരു ക്ലിനിക്കൽ ഡിസ്റ്റർബൻസ് ആണ് നമ്മുടെ pH ഉണ്ടാവുന്നത്. pH 7.35 കുറവായിരിക്കും. അതുകൂടാതെ ലോ ലെവൽ ഓഫ് ബൈകാർബണേറ്റ് ആണ് മെറ്റാബോളിക് ആസിഡോസിന്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ മെറ്റാബോളിക് ആൽക്കലോസിസ് ആണെങ്കിലോ അവിടെ pH 7.35 അല്ലെങ്കിൽ അതിലും ഗ്രേറ്റർ ആയിട്ടായിരിക്കും വരുന്നത്. ബൈകാർബണേറ്റിന്റെ ലെവല് മെറ്റാബോളിക് ആൽക്കലോസിന്റെ കേസിൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിന് ആൻസർ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു. ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു മെറ്റാബോളിക് ആൽക്കലോസിസ് വന്നു കഴിഞ്ഞാലുള്ള സിംറ്റംസ് പ്രൊലോങ്ഡ് ആയിട്ടുള്ള വോമിറ്റിങ്, ഹൈപ്പോവൊളീമിയ, ഡയൂറിറ്റിക് യൂസ്, അതുപോലെ തന്നെ ഹൈപ്പോകലീമിയൊക്കെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി പ്രൈമറി ഡെഫിഷ്യൻസി ഓഫ് ബൈകാർബണേറ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റെഫേഴ്സ് ടു റിപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് ദ റിസൾട്ട്. നമുക്കറിയാം QC ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓപ്ഷൻ എ അക്യുറസി, ഓപ്ഷൻ ബി പ്രെസിഷൻ, ഓപ്ഷൻ സി സ്പെസിഫിസിറ്റി, ഓപ്ഷൻ ഡി സെൻസിറ്റിവിറ്റി. എന്താണ് അക്യുറസി? അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്നെസ് ടു ദ ട്രൂ വാല്യൂ. അതായത് ഇപ്പോൾ ഒരു ട്രൂ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, അതിനോട് എത്രത്തോളം ക്ലോസ്നെസ് കിട്ടുന്നു അതിനെയാണ് നമ്മൾ അക്യുറസി എന്ന് പറയുന്നത്. എന്താണ് പ്രെസിഷൻ? വെൻ റിപ്പീറ്റഡ് ഡിറ്റർമിനേഷൻ ഓൺ ദ സെയിം സാമ്പിൾ ഗീവ് സിമിലർ റിസൾട്ട്സ്. അതായത് ഒരു സെയിം സാമ്പിൾ വെച്ച് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ നടത്തുമ്പോൾ സെയിം വാല്യൂ തന്നെ കിട്ടുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ പ്രെസിഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വലിനെ, സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു, അതിനാണ് സ്പെസിഫിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ചെറിയ എമൗണ്ടിലും ഉണ്ടെങ്കിൽ പോലും അതുപോലും ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നു, അതിനാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? റിപ്രൊഡ്യൂസിബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രെസിഷൻ എന്താ പറഞ്ഞത്? സെയിം സാമ്പിളിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ നടത്തുമ്പോൾ സെയിം റിസൾട്ട് തന്നെ കിട്ടുന്നു, അല്ലെങ്കിൽ ആ റിസൾട്ടിനോട് തന്നെ സിമിലർ വാല്യൂസ് കിട്ടുന്നു, അതിനെയാണ് പ്രെസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റിപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇവിടെ ഓപ്ഷൻ ബി പ്രെസിഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഐഡന്റിഫൈ ദ ടോക്സിക് കെമിക്കൽ ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ സോഡിയം അസൈഡ്, ഓപ്ഷൻ ബി ബെൻസിഡിൻ, ഓപ്ഷൻ സി നാഫ്തലമീൻ, ഓപ്ഷൻ ഡി സെലനൈറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോക്സിക് കെമിക്കൽ ആണ്. ഈ ടോക്സിക് കെമിക്കലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് സോഡിയം അസൈഡ്, മെർക്കുറി, അർസെനിക്, ലെഡ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ടോക്സിക് കെമിക്കൽസ് എന്ന് പറയുന്നത്. ഈ സോഡിയം അസൈഡ് എന്ന് പറയുന്നത് റാപ്പിഡ്ലി ആക്ടിങ് ആയിട്ടുള്ള ഒരു ഡെഡ്ലി കെമിക്കലാണ്. അതുപോലെ തന്നെ അത് ഓർഡർലെസ് ആണ്, ഒരു വൈറ്റ് സോളിഡ് പോലെയാണ് ഇരിക്കുന്നത്. അത് എന്താണ്, വാട്ടറോ അല്ലെങ്കിൽ ആസിഡോ എന്തെങ്കിലും ആയിട്ട് മിക്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ടോക്സിക് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഒരു പഞ്ചന്റ് എന്ന് വെച്ചാൽ ഒരു ഷാർപ്പ് ഓർഡറും കിട്ടും. അപ്പൊ ഇത്രയാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, സോഡിയം അസൈഡ്. ബെൻസിഡിനൊക്കെ കാർസിനോജനിക് ആണ് കൂടുതലും. കാർസിനോജനിക് കെമിക്കലിൽ വരുന്ന ആൾക്കാരാണ് ബെൻസിഡിനൊക്കെ. അപ്പൊ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഐഡന്റിഫൈ ദ ടോക്സിക് കെമിക്കൽ എന്നായിരുന്നു. ഓപ്ഷൻ എ സോഡിയം അസൈഡ് ആണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഇതിന് മാറ്റിയിട്ട് വേറെ കുറച്ച് ഓപ്ഷൻ വരാൻ സാധ്യതയുള്ളതാണ് മെർക്കുറി, അർസെനിക്, ലെഡ് ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ സോഡിയം അസൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റാപ്പിഡ്ലി ആക്ട് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അതുപോലെ തന്നെ ഇതിന് ഓർഡർലെസ് ആയിരിക്കും, ഒരു വൈറ്റ് സോളിഡ് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് വാട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആസിഡോ ആയിട്ട് മിക്സപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്നൊരു ഗ്യാസ്, ഒരു ടോക്സിക് ഗ്യാസ് ഫോം ചെയ്യുകയും ഒരു പഞ്ചന്റ് ഓർഡർ ഇതിന് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 gram molecular weight of substance in 1000 gram of a solvent. ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോട്ട് ചെയ്യേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട്. 1 gram മോളിക്കുലാർ വെയിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത്. അതുപോലെ തന്നെ 1000 gram ഓഫ് സോൾവെന്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ നോർമൽ സൊല്യൂഷൻ, ഓപ്ഷൻ ബി മോളാർ സൊല്യൂഷൻ, ഓപ്ഷൻ സി പെർസെൻറ്റേജ് സൊല്യൂഷൻ, ഓപ്ഷൻ ഡി മോളാർ സൊല്യൂഷൻ. അതിന് മുമ്പ് നമുക്ക് ഈ 4 കാര്യങ്ങളും എന്താണെന്ന് നോക്കാം, എന്നിട്ട് ഉത്തരത്തിലേക്ക് എത്താം. നോർമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസോൾവിങ് 1 gram ഇക്വലന്റ് വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ടു മേക്ക് 1 liter ഓഫ് സൊല്യൂഷൻ. അതായത് 1 liter സൊല്യൂഷനിലേക്ക് 1 gram ഇക്വലന്റ് വെയിറ്റ് ആണെങ്കിൽ അതിനെയാണ് നോർമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ മോളാർ സൊല്യൂഷൻ ആണെങ്കിലോ മെയിൻ ആയിട്ട് 1 mol കോമ്പൗണ്ട് 1 liter ഓഫ് സൊല്യൂഷൻ, അവിടെ 1 liter ഓഫ് സൊല്യൂഷൻ ആണ്, ശ്രദ്ധിക്കണം. അതാണ് മോളാർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 100 ml സൊല്യൂഷൻ ആയിട്ട് ഒരു വോളിയം മേക്കപ്പ് ചെയ്യുന്നു എമൗണ്ട്, അതാണ് പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി മോളാർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, 1 molecular weight ഓഫ് എ സൊല്യൂട്ട് കിലോഗ്രാം ഓഫ് സോൾവെന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് മൊളാൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്, 1 gram മോളിക്കുലാർ വെയിറ്റും 1000 gram ഓഫ് എ സോൾവെന്റും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഏതാണ്, മോളാൽ സൊല്യൂഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് SI യൂണിറ്റ് ഓഫ് ടൈം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് പഠിച്ചപ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞു പോയതാണ്. ടൈമിന്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലെ. ടൈമിന്റെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ മിനിറ്റ്, ഓപ്ഷൻ ബി ഹവർ, ഓപ്ഷൻ സി സെക്കൻഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതായിരിക്കും? ഓപ്ഷൻ സി സെക്കൻഡ് ആണ് ടൈമിന്റെ SI യൂണിറ്റ്. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ്, ഗ്ലാസ് വെയർ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലാസ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വോളിയോമെട്രിക്, ഓപ്ഷൻ ബി ഫ്ലാറ്റ് ബോട്ടംഡ്, ഓപ്ഷൻ സി റൗണ്ട് ബോട്ടംഡ്, ഓപ്ഷൻ ഡി എർൽമെയർ ഫ്ലാസ്ക്. അതിനകത്ത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാലോ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് ഒക്കെ എപ്പോഴും എന്താണ്, വോളിയോമെട്രിക് അനാലിസിസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈട്രേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഏതാണ്, വോളിയോമെട്രിക് ഫ്ലാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, കറക്റ്റ് വോളിയം നമ്മൾ മെഷർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് കാരണം വോളിയോമെട്രിക് ഫ്ലാസ്ക് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11, ഗ്ലൂക്കോമീറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ, ഓപ്ഷൻ ബി ഡ്രൈ കെമിസ്ട്രി, ഓപ്ഷൻ സി എമിഷൻ സ്പെക്ട്രോസ്കോപ്പി, ഓപ്ഷൻ ഡി റേഡിയോ ആക്ടിവിറ്റി. ഡ്രൈ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് കാരിയറിനകത്ത് റിയേജന്റ് എല്ലാം ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഈ റിയാക്റ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുന്നത് നമ്മുടെ സ്പെസിമെൻ എങ്ങനെയായിരിക്കും, ലിക്വിഡ് സ്പെസിമെൻ ആയിരിക്കും. നമുക്കറിയാലോ നമ്മൾ എങ്ങനെയാണ് ഗ്ലൂക്കോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ആ ഒരു ലാൻസെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സിംഗിൾ പ്രിക്ക് യൂസ് ചെയ്തിട്ട് ബ്ലഡ് കളക്ട് ചെയ്യണം. അപ്പോൾ ബ്ലഡ് കാപ്പിലറി ബ്ലഡ് ആണ് മെയിൻലി കളക്ട് ചെയ്യുന്നത്. അതുകൂടാതെ എന്താണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലിക്വിഡ് സ്റ്റേറ്റിലാണ് ബ്ലഡ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡ്രൈ കെമിസ്ട്രി ആണ് അവിടെ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് അതിന് കാരണം, അവിടെ റിയേജൻ്റ് എല്ലാം ഡ്രൈ ആയിട്ട് ആണ് അവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാം,
ഐഡന്റിഫൈ ദ ലൊക്കേഷൻ റിയേജന്റ് യൂസ്ഡ് ഫോർ ദ വിഷ്വലൈസേഷൻ ഓഫ് ഫോസ്ഫോലിപ്പിഡ് ഇൻ ക്രോമറ്റോഗ്രാഫിക് സെപ്പറേഷൻ. ഈ ക്രോമറ്റോഗ്രാഫിക് സെപ്പറേഷനിൽ ഫോസ്ഫോലിപ്പിഡ്സിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൊക്കേഷൻ റിയേജന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അസറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി ഡൈഫിനൈലമീൻ, ഓപ്ഷൻ സി നിൻഹൈഡ്രിൻ, ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൊട്ടീൻ ലബോറട്ടറി വർക്ക് ഈസ് പെർഫോംഡ് ബൈ. റൊട്ടീൻ ആയിട്ട് ലാബിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ്, ഓപ്ഷൻ ബി ലബോറട്ടറി സൂപ്പർവൈസർ, ഓപ്ഷൻ സി ലബോറട്ടറി ഇൻചാർജ്, ഓപ്ഷൻ ഡി മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. നമുക്കറിയാം എന്താണ് ഒരു ലബോറട്ടറി ടെക്നോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹൈ പൊസിഷനിൽ കാര്യങ്ങളൊക്കെ നോക്കി റിസൾട്ട് ഇവാലുവേഷൻ അങ്ങനെയുള്ള ബാക്കിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ലബോറട്ടറി സൂപ്പർവൈസർ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ, ലബോറട്ടറി ഇൻചാർജും അതുപോലെ തന്നെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ്. ലബോറട്ടറി ടെക്നീഷ്യന്മാരാണ് റൊട്ടീൻ വർക്ക്സ് ലാബിൽ ചെയ്യുന്നത്. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന്മാരാണ് റൊട്ടീൻ വർക്ക്സ് ലാബിൽ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഓർത്തിരിക്കുക, ഓപ്ഷൻ ഡി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലഡ് ഫ്ലോ ഓഫ് ഹാർട്ട് കുഡ് ബി അനലൈസ്ഡ് ബൈ. നമുക്കറിയാം റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള റേഡിയോ ഐസോട്ടോപ്സ് ലേബിൾ ചെയ്തിട്ടുള്ള സംഭവം വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്ന് അറിയാം. ഓപ്ഷൻ എ 99 TC, ഓപ്ഷൻ ബി 90 SR, ഓപ്ഷൻ സി 131 I, ഓപ്ഷൻ ഡി 51 CR. ഇത് ഓരോന്ന് റേഡിയോ ലേബിൾഡ് ആണ്. അതിനകത്ത് ബ്ലഡ് ഫ്ലോ ഓഫ് ഹാർട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി 99 TC ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂറിൻ പ്രിസർവേറ്റീവ്? ഓപ്ഷൻ എ ടോളുവിൻ, ഓപ്ഷൻ ബി ബോറിക് ആസിഡ്, ഓപ്ഷൻ സി ഫോർമാലിൻ, ഓപ്ഷൻ ഡി ഒക്സാലിക് ആസിഡ്. ഏതായിരിക്കും? ടോളുവിൻ യൂസ് ചെയ്യാറുണ്ട്. ബോറിക് ആസിഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു യൂറിൻ പ്രിസർവേറ്റീവ് ആണ്. ഫോർമാലിനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ചില കേസിൽ വരാറുണ്ട്. യൂറിൻ സൈറ്റോളജിക്കൊക്കെ ഫോർമാലിൻ നല്ലതാണ്. അതുപോലെ തന്നെ ഏതായിരിക്കും അപ്പോൾ അല്ലാത്തത്? ഓക്സാലിക് ആസിഡ്. ഓപ്ഷൻ ഡി ഓക്സാലിക് ആസിഡ് ആണ് ഇവിടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എന്നുണ്ട്. ചിലരെന്താണ് പെട്ടെന്ന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഈ നോട്ട് കാണാതെ വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. കാരണം ചിലപ്പോൾ നോട്ടൊന്നും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അറ്റത്ത് കൊണ്ടിട്ട് എക്സെപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ആൻസറിലേക്ക് എത്താൻ. ചിലപ്പോൾ ഇതിനകത്ത് വായിക്കുന്നവർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂറിൻ പ്രിസർവേറ്റീവ് എന്ന് ചോദിക്കുള്ളൂ. ആദ്യം ടോളുവിൻ കിടപ്പുണ്ട്, ടോളുവിൻ കൊണ്ടുപോയി ടിക്ക് ചെയ്യും. പക്ഷേ ആൻസർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് റോങ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോട്ട് എ യൂറിൻ പ്രിസർവേറ്റീവ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഓക്സാലിക് ആസിഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിംഗ് ലബോറട്ടറി വേസ്റ്റ് ഡിസ്പോസൽ ഷാർപ്പ് ഒബ്ജക്ട് ലൈക്ക് നീഡിൽസ് ആർ പുട്ട് ഇൻ ഡാഷ് കണ്ടെയ്നേഴ്സ്. ഓപ്ഷൻ എ യെല്ലോ, ഓപ്ഷൻ ബി വൈറ്റ്, ഓപ്ഷൻ സി ഗ്രീൻ, ഓപ്ഷൻ ഡി ബ്ലാക്ക്. 4 ഓപ്ഷനാണുള്ളത്. അതിനകത്ത് യെല്ലോ നമുക്കറിയാം കോട്ടൺ വേസ്റ്റ് പോലെയുള്ള കണ്ടാമിനേറ്റുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നു. ഗ്രീൻ എന്താണ്? അത് നമുക്കറിയാം പേപ്പർ പോലെയുള്ള സംഭവങ്ങളെല്ലാം ഡിസ്കാർഡ് ചെയ്യുന്നു. ബ്ലാക്ക് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ബി വൈറ്റ് ആണ്. നമുക്കറിയാലോ ഒരു വൈറ്റ് കണ്ടെയ്നറിനകത്ത് നീഡിൽസിൻ്റെ ഒക്കെ പടം കൊടുത്ത് നമുക്ക് അറിയാലോ അതല്ലേ. വൈറ്റ് ആണ് നീഡിൽസ്, ഷാർപ്പ് ഒബ്ജക്ട്സ് ലൈക്ക് നീഡിൽസ് ഇതൊക്കെ പുട്ട് ചെയ്യുന്നത്. റെഡ് ആണെങ്കിൽ ഏതാണ്? സിറിഞ്ചസ്, കാര്യങ്ങൾ, ഗ്ലൗസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഡിസ്കാർഡ് ചെയ്യുന്നത് റെഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്ട്രുമെന്റ് ഇൻ വിച്ച് ദ പ്രിസം ഈസ് യൂസ്ഡ് as monochrometries. ഓപ്ഷൻ എ ഫ്ലെയിം ഫോട്ടോമീറ്റർ, ഓപ്ഷൻ ബി ഫ്ലൂറോമീറ്റർ, ഓപ്ഷൻ സി സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഓപ്ഷൻ ഡി കലോറിമീറ്റർ. നമുക്കറിയാലോ പെട്ടെന്ന് റിസൾട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. പ്രിസം യൂസ് ചെയ്യുന്ന മോണോക്രോമേറ്റർ ആയിട്ട് പ്രിസം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ ഫ്രം ദ ഫോളോയിങ്. പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓക്സാലിക് ആസിഡ്, ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ്. നമുക്കറിയാലേ ട്രൈട്രമാറ്റിക് മെത്തേഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, അതുപോലെ വാട്ടർ ഹൈഡ്രേഷൻ ഉണ്ടാവരുത്, അതുപോലെ ഹൈ മോളിക്കുലർ വെയിറ്റ് ആയിരിക്കണം. പ്രൈമറി സ്റ്റാൻഡേർഡ്സിന് കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം ഹൈഡ്രജൻ അയഡേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഓക്സാലിക് ആസിഡ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി പ്യുവർ, സ്റ്റേബിൾ, നോ വാട്ടർ ഹൈഡ്രേഷൻ, അതുപോലെ തന്നെ ഹാസ് എ ഹൈ മോളിക്കുലാർ വെയിറ്റ്. എക്സാമ്പിൾ സോഡിയം കാർബണേറ്റ്, അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രജൻ അയഡേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഓക്സാലിക് ആസിഡ്. ഇവിടെ ആൻസർ ഏതാണ്? അപ്പോൾ ഓപ്ഷൻ എ ഓക്സാലിക് ആസിഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ ഓട്ടോ അനലൈസർ വിച്ച് ഈസ് പാരാമീറ്റർ ഓറിയന്റഡ്. പാരാമീറ്റർ ഓറിയന്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഓട്ടോ അനലൈസർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെലക്റ്റീവ് അനലൈസർ, ഓപ്ഷൻ ബി ബാച്ച് അനലൈസർ, ഓപ്ഷൻ സി റാൻഡം ആക്സസ് അനലൈസർ, ഓപ്ഷൻ ഡി സ്റ്റാറ്റ് അനലൈസർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ബി ബാച്ച് അനലൈസർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ബാച്ച് അനലൈസർ എന്ന് പറഞ്ഞാൽ ഈ ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനകത്ത് ഓരോ പാരാമീറ്റേഴ്സ്, യൂറിയ ആയിക്കോട്ടെ, ബ്ലഡ് ഷുഗർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, അങ്ങനെ ഓരോ പാരാമീറ്റർ ഓറിയന്റഡ് ആയിട്ടാണ് അവിടെ അനാലിസിസ് നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏത് ഡിസീസാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പത്തിന് പെട്ടെന്ന് തന്നെ റിസൾട്ടും തരാറുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസുലിൻ ഈസ് എ ഡാഷ്, അങ്ങനെ പറഞ്ഞു. ഓപ്ഷൻ എ പോളിപെപ്റ്റൈഡ് ഹോർമോൺ, ഓപ്ഷൻ ബി സ്റ്റിറോയിഡ് ഹോർമോൺ, ഓപ്ഷൻ സി അമിനോ ആസിഡ് ഡെറിവേറ്റീവ്, ഓപ്ഷൻ ഡി ഫാറ്റി ആസിഡ് ഡെറിവേറ്റീവ്. നമുക്ക് നോക്കിയാലോ. സ്റ്റിറോയിഡ് ഹോർമോൺ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അമിനോ ആസിഡ് ഡെറിവേറ്റീവ് അല്ല, ഫാറ്റി ആസിഡ് ഡെറിവേറ്റീവ് അല്ല. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിപെപ്റ്റൈഡ് ഹോർമോൺ ആണ്. എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ. ഇൻസുലിൻ എവിടെയാണ് ഉള്ളതെന്ന് അല്ലേ? നമ്മുടെ പാൻക്രിയാസിൽ ബീറ്റ സെൽസ് ഓഫ് ദ പാൻക്രിയാറ്റിക് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഇൻസുലിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഹോർമോണും ഗ്ലൂക്കോസ് ഇൻക്രീസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ ബീറ്റ സെൽസ് ഓഫ് ദ പാൻക്രിയാറ്റിക് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാൻ, അതുപോലെ ലിപ്പിഡ് പ്രോട്ടീൻ മെറ്റബോളിസം, അതുപോലെ സെൽ ഡിവിഷൻ, സെൽ ഗ്രോത്ത്, അങ്ങനെ ഒരുപാട് എഫക്റ്റ് ഉള്ളൊരു ഹോർമോണാണ് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഗ്ലൂക്കോനിയോജെനസിസ്, ഓപ്ഷൻ ബി ഗ്ലൈക്കോലൈസിസ്, ഓപ്ഷൻ സി ഗ്ലൈക്കോജെനസിസ്, ഓപ്ഷൻ ഡി ഗ്ലൈക്കോജിനോലൈസിസ്. ഇതും വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ്. ഏതാണ്? ഗ്ലൂക്കോനിയോജെനസിസ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. പിന്നെ നമുക്ക് പേരിൽ നിന്ന് തന്നെ ബാക്കി എല്ലാം തന്നെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഗ്ലൈക്കോലൈസിസ് എന്താണ്? ഗ്ലൂക്കോസിന്റെ ഡീഗ്രഡേഷൻ നടന്നിട്ട് ലാക്റ്റേറ്റും പൈറുവേറ്റും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം നമുക്കറിയാം. ഇനി അടുത്ത ഗ്ലൈക്കോജെനിസിസ്. അവിടെ എന്താണ്? ഗ്ലൈക്കോജൻ സിന്തസിസ് ആണ് നടക്കുന്നത്. ഗ്ലൈക്കോജീനോലൈസിസ്, ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പുതിയ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതാണ് ഗ്ലൈക്കോജീനോലൈസിസ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റർ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ LFT. നമുക്കറിയാം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, നമുക്കറിയാം ബിലിറുബിൻ ടോട്ടൽ, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, SGOT, SGPT, അതായത് ALT, ALP അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, പിന്നെ ആൽബുമിൻ, ഗ്ലോബുലിൻ, അങ്ങനെയുള്ള എല്ലാമാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്നത്. അതിനകത്ത് ഇല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെയും പറഞ്ഞിട്ടുണ്ട് നോട്ട് ഇൻക്ലൂഡഡ്. ചിലർ നോട്ട് കാണാൻ മറന്നു പോകുന്ന ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് എന്താണെങ്കിലും ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കിയാലോ. ഓപ്ഷൻ എ ALP, ഓപ്ഷൻ ബി SGOT, ഓപ്ഷൻ സി ക്രിയാറ്റിൻ, ഓപ്ഷൻ ഡി ആൽബുമിൻ. ഇപ്പം ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് തന്നെ ആരാണ് ഞാൻ പറയാത്തത്? ക്രിയാറ്റിൻ ആണ്. ക്രിയാറ്റിൻ എന്താണ്? കിഡ്നി അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടെസ്റ്റാണ് ക്രിയാറ്റിൻ. നമ്മുടെ കിഡ്നി പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? കിഡ്നിക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടല്ലേ. നമുക്ക് വേസ്റ്റ് റിമൂവൽ തൊട്ട് കിഡ്നി നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ്. അപ്പോൾ കിഡ്നിയുടെ മെയിനായിട്ട് അസസ്മെൻറ്റ് നടത്താനുള്ള മൂന്ന് ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ആണ്. അപ്പോൾ ഇവിടെ LFTയിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ആളാരാണ്? ഓപ്ഷൻ സി ക്രിയാറ്റിൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോൺജുഗേറ്റഡ് ബിലിറുബിൻ ഈസ്. ഓപ്ഷൻ എ ആണ് വാട്ടർ സോലുബിൾ, ഓപ്ഷൻ ബി വാട്ടർ ഇൻസോലുബിൾ, ഓപ്ഷൻ സി പാർഷ്യലി സോലുബിൾ, ഓപ്ഷൻ ഡി ലിപ്പിഡ് സോലുബിൾ. നമുക്കറിയാം കോൺജുഗേറ്റഡ് ബിലിറുബിൻ മാത്രമാണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ളതും ഡയറക്റ്റ്ലി റിയാക്ട് ചെയ്യുന്നതും വാട്ടറായിട്ട്.
അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ബിലിറുബിൻ. ചിലർക്ക് സംശയം വരും, എന്താണ് കോൺജുഗേറ്റഡ് ബിലിറുബിൻ, എന്താണ് അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ. കോൺജുഗേറ്റഡ് ബിലിറുബിനെയാണ് നമ്മൾ ഡയറക്റ്റ് ബിലിറുബിൻ എന്ന് പറയുന്നത്. അത് വാട്ടറിൽ സോലുബിൾ ആയിരിക്കും, അവർക്ക് വാട്ടറുമായിട്ട് ഡയറക്റ്റ്ലി റിയാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ കോൺജുഗേറ്റഡ് ബിലിറുബിൻ ഈസ് ഓൾസോ നോൺ ആസ് ഡയറക്റ്റ് ബിലിറുബിൻ. അതുപോലെ തന്നെ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആൽബുമിനും ആൽക്കഹോളും ഒക്കെ വെച്ചിട്ട് റിയാക്ഷൻ നടത്തിയിട്ടാണ് അവരെ റിലീസ് ചെയ്യിപ്പിക്കുന്നത്. എന്നാലാണ് അവർക്ക് പ്രോപ്പർലി റിയാക്ട് ചെയ്യാനുള്ള കഴിവുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, വാട്ടർ സോലുബിൾ എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം എനർജി പെർ ഗ്രാം ഓൺ ഓക്സിഡേഷൻ ഈസ് yielded ഫ്രം ഓപ്ഷൻ എ ഫാറ്റ്, ഓപ്ഷൻ ബി പ്രോട്ടീൻ, ഓപ്ഷൻ സി കാർബോഹൈഡ്രേറ്റ്, ഓപ്ഷൻ ഡി ഡയറ്ററി ഫൈബർ. നമുക്ക് പറയുന്നത് എന്താ? മാക്സിമം എനർജി എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡേഷൻ വഴി മാക്സിമം എനർജി ഈൽഡ് ചെയ്യുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ ഫാറ്റ് ആയിരിക്കും. കാരണം ഫാറ്റ് ഏകദേശം 9 കിലോറീസ് പെർ ഗ്രാമിന് ഏകദേശം 9 കിലോ കലോറീസ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ആ സമയം കൊണ്ട് പെർ ഗ്രാമിൽ 4 കിലോ കലോറീസ് ആണ് എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ഫാറ്റ് ആണ് ഇവിടെ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് അബണ്ടന്റ് ഇമ്യൂണോഗ്ലോബുലിൻ ഈസ് ഓപ്ഷൻ എ IgA, ഓപ്ഷൻ ബി IgE, ഓപ്ഷൻ സി IgG, ഓപ്ഷൻ ഡി IgM. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി IgG ആണ്. മോസ്റ്റ് അബണ്ടന്റ് ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് IgG ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ടോക്സിൻസിനെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഫോറിൻ സബ്സ്റ്റൻസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുക, അതിനകത്ത് ഈ IgGയുടെ പങ്ക് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ IgG ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഒരു ടോക്സിൻ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ IgG പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. പക്ഷെ അതേസമയം സെക്കൻഡ് ടൈം അതേ ആൾ തന്നെ വരുമ്പോൾ ഹ്യൂജ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ് നമ്മുടെ IgG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മോസ്റ്റ് അബണ്ടന്റ് ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് IgG ആണ്. അതുപോലെ ലീസ്റ്റ് അബണ്ടന്റ്, ഈ ക്വസ്റ്റ്യൻ കൂടെ ഓർത്തിരിക്കുക, ലീസ്റ്റ് അബണ്ടന്റ് ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് IgE ആണ്. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോകരുത്. IgG ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ്, ലീസ്റ്റ് അബണ്ടന്റ് ഈസ് IgE. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മേജർ കമ്പോണന്റ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഈസ് ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ സി കാർബോണിക് ആസിഡ്, ഓപ്ഷൻ ഡി ഫോസ്ഫോറിക് ആസിഡ്. ഇനി അത് ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ലിപ്പേസ്, പെപ്സിൻ. ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, ലിപ്പേസ്, പെപ്സിൻ. ഇവരുടെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത്. ഒത്തിരി ഫങ്ഷൻസ് ഗ്യാസ്ട്രിക് ജ്യൂസിനും ഉണ്ടല്ലേ നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഇതിനകത്ത് ഉള്ള ആൾക്കാർ ആരാണ്? ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വേറെ 2-3 പേരും കൂടി പേര് പഠിച്ചു വെച്ചോ, ലിപ്പേസ്, പെപ്സിൻ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് യൂറിനറി ക്രിസ്റ്റൽ ഹാസ് കോഫിൻ ലിഡ് ഷേപ്ഡ് അപ്പിയറൻസ്? കോഫിൻ ലിഡ് ഷേപ്ഡ് അപ്പിയറൻസിൽ കാണുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അത് യൂറിനകത്ത് കാണുന്ന ക്രിസ്റ്റൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ് കാൽസ്യം ഓക്സലേറ്റ്, ഓപ്ഷൻ ബി ആണ് കാൽസ്യം കാർബണേറ്റ്, ഓപ്ഷൻ സി ആണ് ട്രിപ്പിൾ ഫോസ്ഫേറ്റ്, ഓപ്ഷൻ ഡി ആണ് അമോർഫസ് ഫോസ്ഫേറ്റ്. നമുക്ക് ഈ യൂറിൻ കാണുമ്പോൾ തന്നെ എല്ലാവരും കണ്ടിട്ടുള്ളൊരു ക്രിസ്റ്റൽ ആയിരിക്കും ഏത്? കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറയുന്നത്. ഏതാണ്? ഡംബൽ ഷേപ്ഡ് അല്ലെങ്കിൽ നീഡിൽ ഷേപ്ഡ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലൊക്കെ കാണുന്ന ഒരു ക്രിസ്റ്റലാണ് കാൽസ്യം ഓക്സലേറ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോഫിൻ ലിഡ് എന്നാട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാൽസ്യം ഓക്സലേറ്റ് അല്ല. ഇനി നെക്സ്റ്റ് ആണ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ആണെങ്കിൽ ഒരു ലാർജ് യെല്ലോ ബ്രൗൺ കളർ അല്ലെങ്കിൽ കളർലെസ് ആയിട്ട് ഒരു സ്പിറോയിഡ് ഷേപ്പിലൊക്കെയാണ് കാണുന്നത്. ഇനി അടുത്ത ആളാണ് ട്രിപ്പിൾ ഫോസ്ഫേറ്റ്. ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ഒരു പ്രിസം ലൈക്ക് ക്രിസ്റ്റൽസിനെയാണ് ഈ കോഫിൻ ലിഡ്സ് എന്ന ഒരു ടേമുമായിട്ട് നമുക്ക് പറയുന്നത്. പ്രിസം ലൈക്ക് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ കോഫിൻ ലിഡ് ഷേപ്ഡ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ അമോർഫസ് ഫോസ്ഫേറ്റ് എങ്ങനെയാണ് കാണുന്നത്? നിറച്ചിങ്ങനെ കുരുകുരു എന്നുള്ള രീതിയിൽ കാണുന്നത്, ഒരു ഗ്രാനുലാർ ഷേപ്പിൽ കാണുന്ന ആളാണ് നമ്മുടെ അമോർഫസ് ഫോസ്ഫേറ്റ്. അതുപോലെ തന്നെ അമോർഫസ് യൂറേറ്റ്സും അതേ സെയിം തന്നെയാണ് കാണുന്നത്. pHന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ, ഇപ്പോൾ pH കുറവാണ്, 7 മുകളിലേക്കാണ്, അതിനനുസരിച്ചാണ് അമോർഫസ് യൂറേറ്റ്സ് അമോർഫസ് ഫോസ്ഫേറ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രവൈറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്, മഗ്നീഷ്യം, അമോണിയം ഫോസ്ഫേറ്റ്, ട്രിപ്പിൾ ഫോസ്ഫേറ്റ് ഒക്കെ, അതിനും ആ ഒരു സ്ട്രുവൈറ്റ് STRUVITE സ്ട്രുവൈറ്റ് ക്രിസ്റ്റൽസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് കളർലെസ് ആയിട്ടായിരിക്കും കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. T lymphocyte provide which type of immunity to our body?
ടി ലിംഫോസൈറ്റ്, എടുത്ത ക്വസ്റ്റൻ ഉണ്ട്. ടി ലിംഫോസൈറ്റ് ഏത് ടൈപ്പ് ഇമ്മ്യൂണിറ്റി ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി, ഓപ്ഷൻ ബി ആൻറ്റിബോഡി മീഡിയേറ്റഡ്, ഓപ്ഷൻ സി ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി, ഓപ്ഷൻ ഡി നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. നമുക്കറിയാം ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി മെയിനായിട്ട് ബി സെൽസിന്, അതുപോലെ തന്നെ ബി സെൽസിനെയാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിനെ നമുക്ക് വേറൊരു പേരും കൂടി പറയാം, ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നും പറയാം. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയുടെ വേറൊരു പേരാണ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും കട്ടായി. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിനെയാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ടി ലിംഫോസൈറ്റ് വഴി കിട്ടുന്ന ഏതാണ്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. ഓപ്ഷൻ എ ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ അപ്പിയറൻസ് ഓഫ് എം ബാൻഡ് in the electrophoresis of plasma protein is an indicator of M band. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എം ബാൻഡ്. ഏത് കേസിലാണ്? നമുക്ക് ഓപ്ഷൻ ഒന്നും നോക്കിയിട്ട് പറയാതെ. ഓപ്ഷൻ എ ലുക്കീമിയ, ഓപ്ഷൻ ബി ലിംഫോമ, ഓപ്ഷൻ സി പോളിസൈത്തീമിയ, ഓപ്ഷൻ ഡി മൾട്ടിപ്പിൾ മൈലോമ. നമുക്കറിയാം സി ആർ പി ഒക്കെ കൂടുതലായിരിക്കും. അതുകൂടാതെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ ബാൻഡ് മെയിനായിട്ട് ബീറ്റ ഗാമ റീജിയൻസിലാണ് ഇത് കാണുന്നത്. സിറം പ്രോട്ടീൻ ഇലക്ട്രോൺ ഫോറസിസിന്റെ സമയത്ത് ഈ എം ബാൻഡ് കാണുന്നത് മൾട്ടിപ്പിൾ ബൈലോമ. അറിയാലോ എം ബാൻഡ്, എം ഫോർ മൾട്ടിപ്പിൾ മൈലോമ എന്ന് ഓർത്തിരുന്നാൽ മതി. മോണോക്ലോണൽ ബാൻഡ് കാണും, അത് എം ബാൻഡ് ആണ്, ഒരു പാരാപ്രോട്ടീൻ ആണ്. അത് മോണോക്ലോണൽ ഗാമോപ്പതീനെയാണ് മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്പിൾ മൈലോമ സസ്പെക്ട് ചെയ്യുന്ന കേസിലാണ് ഇങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ അത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിറോഫ്താൽമിയ. നമ്മൾ വൈറ്റമിൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഒരു ടോപ്പിക് ആയിരുന്നു. സിറോഫ്താൽമിയ ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ. ഏതാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി സി വൈറ്റമിൻ സി ആണ്, ഓപ്ഷൻ സി വൈറ്റമിൻ ഇ, ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി. നമുക്കറിയാം വൈറ്റമിൻ എ യുടെ ഡെഫിഷ്യൻസി മൂലം കോസ് ചെയ്യുന്ന ഡിസീസിനെയാണ് നമ്മൾ സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ് സിറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇതൊക്കെ വൈറ്റമിൻ എയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. ഇനി വൈറ്റമിൻ സി ആണെങ്കിൽ നമുക്കറിയാം ഏതാണ്? സ്കർവി അല്ലേ? മെയിനായിട്ട് നമ്മുടെ ഗമ്മ്, അതുപോലെ ഡെന്റൽ പ്രോബ്ലംസ്, ഡ്രൈ ഹെയർ, സ്കിന്ന്, അതുപോലെ അനീമിക്കും ചാൻസസ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മെയിൻ ആയിട്ടുള്ള ടേം സ്കർവി. വൈറ്റമിൻ സി ഉണ്ടല്ലോ, അപ്പോൾ സ്കർവി എന്ന് ഓർത്തിരിക്കുക. അതുപോലെ വൈറ്റമിൻ ഇ ആണെങ്കിലും ഒരുപാട്, ഇതൊന്നും കോമൺ ആയിട്ടുള്ള ഡെഫിഷ്യൻസി അല്ല വൈറ്റമിൻ ഇ ഒക്കെ. അപ്പം മെയിനായിട്ട് നെർവ് മസിൽ ഡാമേജ് ഒക്കെയാണ് ഇതിനെ വരുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ആണെങ്കിൽ നമുക്കറിയാം റിക്കറ്റ്സ്, അതുപോലെ ഓസ്റ്റിയോമലേഷ്യ. അപ്പോൾ ആ ഒരു ടേം ഒക്കെയാണ് അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ് മെറ്റാബോളിസം. ഓപ്ഷൻ എ യൂറിയ, ഓപ്ഷൻ ബി യൂറിക് ആസിഡ്, ഓപ്ഷൻ സി ബിലിറുബിൻ, ഓപ്ഷൻ ഡി ക്രിയാറ്റിൻ. ന്യൂക്ലിക് ആസിഡ് മെയിനായിട്ട് പ്യൂരിനും പിരിമിഡിനും ബേസിസ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്യൂരിൻ മെറ്റാബോളിസത്തിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആണ് ശരിക്കും യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ യൂറിക് ആസിഡ്. അപ്പോൾ പ്രോട്ടീൻ മെറ്റാബോളിസത്തിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആരാണ്? അത് ഓപ്ഷനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, യൂറിയ അല്ലെ. യൂറിയ പ്രോട്ടീൻ ഇപ്പൊ തന്നെ പഠിച്ചു പോകുക. യൂറിയ പ്രോട്ടീൻ മെറ്റാബോളിസത്തിന്റെ എൻഡ് പ്രൊഡക്റ്റും യൂറിക് ആസിഡ് ന്യൂക്ലിക് ആസിഡ് മെറ്റാബോളിസത്തിന്റെ എൻഡ് പ്രൊഡക്റ്റും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പിഗ്മെന്റ് formed from the hemoglobin degradation in liver cells of human beings. അതായത് ലിവർ സെൽസിന്റെ ഹീമോഗ്ലോബിന്റെ ഡിഗ്രഡേഷൻ വഴി ഫോം ചെയ്യുന്ന പിഗ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബിലിറുബിൻ, ഓപ്ഷൻ ബി അയൺ, ഓപ്ഷൻ സി യൂറോബിലിനോജൻ, ഓപ്ഷൻ ഡി മയോഗ്ലോബിൻ. ബൈൽ പിഗ്മെന്റ്സ് മെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നത് ലിവറിലാണ്. ഹീമോഗ്ലോബിൻ അതുപോലെ തന്നെ ഡെഡ് ആർ ബി സിന്ന് ഹീമോഗ്ലോബിന്റെ ബ്രേക്ക് ഡൗൺ വഴിയാണ് ഈ ഒരു പിഗ്മെന്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഏതായിരിക്കും അത്? ബൈൽ പിഗ്മെന്റ് അല്ലെങ്കിൽ ബിലിറുബിൻ എന്ന് പറയും. അപ്പോൾ ഈ ലിവറിന് ഓൾമോസ്റ്റ് എന്തിനുള്ള കഴിവുണ്ട്? ഒട്ടുമിക്ക സംഭവത്തിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ടോക്സിൻസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള പവറും നമ്മുടെ ലിവറിനുണ്ട്. ഈ ബൈൽ പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളേർഡ് കോമ്പൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ ബിലിറുബിൻ, ഇതൊക്കെ ബൈൽ പിഗ്മെന്റ്സ് ആണ്. അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ പ്രൊഡക്റ്റ് ഓഫ് ഹീമോഗ്ലോബിൻ ഏതാണ്? ബിലിറുബിൻ. അതുപോലെ തന്നെ ഇത് ബൈൽ വഴിയാണ് എക്സ്ക്രീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഓക്സിഡൈസ്ഡ് ഫോമിനാണ് ബിലിവേർഡിൻ എന്ന് പറയുന്നത്. ഈ ബിലിറുബിൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഓർഗനൈസ് യെല്ലോ കളറൊക്കെ വരും. ബിലിവേർഡിൻ ആണെങ്കിൽ ഗ്രീൻ കളറായിരിക്കും. ബിലിറുബിൻ ആണെങ്കിൽ ഒരു ഓറഞ്ച് യെല്ലോ കളറായിരിക്കും. ബിലിവേർഡിൻ ആണെങ്കിൽ ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ബിലിറുബിൻ ആണ് ഇവിടെ റൈറ്റ് ആൻസർ.
ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ മോസ്റ്റ് റിലയബിൾ ആൻഡ് സെൻസിറ്റീവ് മാർക്കർ ഫോർ ആൽക്കഹോളിക് ലിവർ ഡിസീസ്. എടുത്തു ചോദിച്ചിട്ടുണ്ട് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ALT, ഓപ്ഷൻ ബി ALP, ഓപ്ഷൻ സി AST, ഓപ്ഷൻ ഡി GGT, ഗാമ ഗ്ലൂട്ടമൈൽ ട്രാൻസ്പെപ്റ്റിഡേസ് കേട്ടോ ലാസ്റ്റ് ഓപ്ഷൻ. അപ്പൊ നമുക്കറിയാം ഇതെല്ലാം ലിവർ എൻസൈംസ് ആണ് കൊടുത്തിരിക്കുന്നത്, ALT, ALP, AST, ഗാമ GT. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ആൽക്കഹോളിക് എന്ന് എടുത്ത് ചോദിച്ചിരിക്കുന്ന കാരണം നമുക്ക് ആദ്യം തന്നെ ആരെ പിടിക്കാം? ഗാമ ഗ്ലൂട്ടമൈൽ ട്രാൻസ്പെപ്റ്റിഡേസ് ആണ്. ലിവർ ഇഞ്ചുറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറാണ് ഗാമ GT എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആൽക്കഹോൾ കൺസപ്ഷൻ ഉള്ള പേഷ്യൻസിന്റെ കേസിൽ ഈ ഗാമ GT ഒരു മാർക്കറായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ലിവർ എൻസൈംസിനെ അപേക്ഷിച്ച് ഇവർ കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ബയോമാർക്കറാണ് ആൽക്കഹോൾ കൺസപ്ഷന്റെ കേസിൽ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും കാണുന്ന ഒരു എൻസൈം ആണ് ഗാമ GT. പക്ഷെ മെയിൻ ആയിട്ട് ഇത് കാണുന്നത് എവിടെയാണ്? ലിവറിലാണ്. അതുകൊണ്ട് ലിവറിന് എന്തെങ്കിലും ഇഞ്ചുറിയോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആൽക്കഹോളിക് കൺസപ്ഷൻ ആണെങ്കിൽ ഗാമ GT ഭയങ്കര ഹൈ ലെവലിലായിരിക്കും കാണുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി ഗാമ GT ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ in acute pancreatitis which enzyme is found to be increased? Option A LDH, option B AST, option C ALT, option D amylase. acute pancreatitis എന്താണ്? ഒരു സെൽഫ് ടിഷ്യൂ ഡൈജഷൻ ആണ്. പാൻക്രിയാറ്റിക് എൻസൈംസ് ആയിട്ടുള്ള എൻസൈമിന്റെ ആക്ഷൻ വഴിയാണ് ഇത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ, എഡിമ, അതുപോലെ തന്നെ നെക്രോസിസ്, ഹെമറേജ്, അതുപോലെ ലിക്വിഫാക്ഷൻ, ഇതൊക്കെ ഒരു അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിന്റെ ഡിഫക്ട്സ് ആണ്. ഡ്യൂറിങ് ദ ഒക്കറൻസ് ഓഫ് AP, അതായത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ അമൈലേസിന്റെയും ലിപ്പേസിന്റെയും സിറം ആക്ടിവിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിൽ ഇൻക്രീസ് ചെയ്യുന്നത് അമൈലേസും ലിപ്പേസും ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി അമൈലേസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ LDH ഒക്കെ മെയിൻലി ഹാർട്ട്, അതുപോലെ ബ്രെയിൻ, അങ്ങനെയുള്ള ടിഷ്യൂ ഡാമേജ് ഒക്കെ വരുമ്പോഴാണ് മെയിനായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ കിഡ്നി, ബ്ലഡ് സെൽസ്, അതിൻ്റെയൊക്കെ ടിഷ്യൂ ഡാമേജ് ആണ് LDH മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് പാബ ഈസ് ദ റിയേജന്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഡാഷ് ഇൻ യൂറിൻ. നമ്മൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയൊരു ടോപ്പിക്കാണ് യൂറിൻ അനാലിസിസ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ബ്ലഡ്, ഓപ്ഷൻ ബി ബിലിറുബിൻ, ഓപ്ഷൻ സി ബൈൽ സോൾട്ട്, ഓപ്ഷൻ ഡി യൂറോബിലിനോജൻ. അതിനകത്ത് ബ്ലഡ് ഏത് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ബെൻസിഡിൻ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ബിലിറുബിൻ ആണെങ്കിലോ ഫൗച്ചസ് റിയേജന്റ് ആണ്. അത് മെയിനായിട്ട് ബിലിറുബിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബൈലിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈൽ സോൾട്ട് ആണെങ്കിലോ മറ്റേ ഹെയ്സ് ടെസ്റ്റ്, ജീമെലിൻസ് ടെസ്റ്റ് ഒക്കെ നമുക്ക് പറയാം. അപ്പൊ യൂറോബിലിനോജിന് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? എയർലിഷ് ടെസ്റ്റ് ആണ്. എയർലിഷ് ടെസ്റ്റിൽ വരുന്ന ഒരു കണ്ടന്റ് ആണ് പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്. അപ്പൊ യൂറോബിലിനോജൻ പ്രസന്റ് ആണെങ്കിൽ ഈ എയർലിഷ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു റെഡ് കളർ കോമ്പൗണ്ട് ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ യൂറോബിലിനോജനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി യൂറോബിലിനോജൻ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. BSP ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് BSP ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട്. ഓപ്ഷൻ എ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഓഫ് ലിവർ, ഓപ്ഷൻ ബി സിന്തറ്റിക് ഫംഗ്ഷൻ ഓഫ് ലിവർ, ഓപ്ഷൻ സി ഡീടോക്സിഫൈയിങ് ഫംഗ്ഷൻ ഓഫ് ലിവർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. BSV ഫുൾ ഫോം അറിയോ? ബ്രോമോൾ സൾഫ്താലിൻ എക്സ്ക്രീഷൻ ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, BSB. അതിന്റെ പ്രിൻസിപ്പിൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡൈ ആണത് BSB. അത് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യും. എങ്ങനെയാണ് ഇൻജെക്ട് ചെയ്യണത്? ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്യും? ഇവര് ആൽബുമിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻസ്, ലിവറിനകത്തുള്ള ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻസ് ഒക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബൈല് വഴി ഇവര് എക്സ്ക്രീറ്റ് ചെയ്യും ഈ ഒരു ഡൈ. അപ്പൊ അത് എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ടേമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. BSP ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഓഫ് ലിവർ. BSP ടെസ്റ്റ് എന്തിനാണ്? നമ്മുടെ ലിവറിന്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ടെക്നിക് യൂസ്ഡ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പെസിഫിക് DNA ഫ്രാഗ്മെന്റ് ഈസ് ഓപ്ഷൻ എ സൗത്തേൺ ബ്ലോട്ട്, ഓപ്ഷൻ ബി വെസ്റ്റേൺ ബ്ലോട്ട്, ഓപ്ഷൻ സി നോർത്തേൺ ബ്ലോട്ട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഈ സൗത്തേൺ ബ്ലോട്ട് മെയിൻ ആയിട്ട് എന്തിനാണ്? DNA സീക്വൻസസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ DNA സീക്വൻസസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നോർത്തേൺ ബ്ലോട്ട് ആണെങ്കിലോ നോർത്തേൺ RNA ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെസ്റ്റേൺ ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മറന്നു പോകരുത്. സൗത്തേൺ ആണെങ്കിൽ DNA, സൗത്തിലാണെങ്കിൽ ആരാ കിടക്കണേ? DNA ഓർത്തിരുന്നാൽ മതി. വെസ്റ്റേൺ അതുപോലെ തന്നെ ഏതാണ്? നോർത്തേൺ ബ്ലോട്ടിങ് NR എന്ന് ഓർത്തല്ലോ, NR നോർത്തേൺ. അങ്ങനെ ആ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടില്ല. അത് RNA സീക്വൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെസ്റ്റേൺ ബ്ലോട്ടിങ് ആണെങ്കിലോ സ്പെസിഫിക് പ്രോട്ടീൻസിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ DNA ഫ്രാഗ്മെന്റ് ചോദിച്ചേക്കുന്ന കാരണം ഓപ്ഷൻ എ സൗത്തേൺ ബ്ലോട്ട് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടെക്നിക് ഓഫ് PCR ഇൻക്ലൂഡ്സ് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. കേട്ടോ, അതിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഡീനാച്ചുറേഷൻ, അതുപോലെ അനീലിംഗ്, അതുപോലെ നെക്സ്റ്റ് എന്താണ്? എക്സ്റ്റൻഷൻ അല്ലെ ആംപ്ലിഫിക്കേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചാലോ? ഓപ്ഷൻ എ ഡീനാച്ചുറേഷൻ, ഓപ്ഷൻ ബി അനീലിംഗ്, ഓപ്ഷൻ സി ആംപ്ലിഫിക്കേഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. PCR-ന് 3 സ്റ്റെപ്പ് നമ്മൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഡീനാച്ചുറേഷൻ, അനീലിംഗ്, അതുപോലെ എക്സ്റ്റൻഷൻ ആണ്. അത് 3 സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്താണ്? ഒരു ലബോറട്ടറി ടെക്നിക്കാണ്. അതുപോലെ തന്നെ മില്യൺസ് ടു ബില്യൺസ് കോപ്പീസ് ഓഫ് സ്പെസിഫിക് DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CRP, a plasma protein that is elevated in inflammations and infections. CRP falls into which category ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻസ്? അതായത് CRP എന്ന് പറഞ്ഞൊരു പ്ലാസ്മ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലമേഷൻസും ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഈ CRP ഹൈ ആവുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. CRP ഏത് കാറ്റഗറിയിൽ വരുന്ന പ്രോട്ടീൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്, ഓപ്ഷൻ ബി ക്ലോട്ടിംഗ് പ്രോട്ടീൻസ്, ഓപ്ഷൻ സി പ്ലാസ്മ എൻസൈം, ഓപ്ഷൻ ഡി അക്യൂട്ട് ഫേസ് പ്രോട്ടീൻസ്. അതിനകത്ത് ട്രാൻസ്പോർട്ട് അല്ല, ക്ലോട്ടിംഗ് അല്ല, എൻസൈം അല്ല എന്നറിയാലോ. അപ്പോൾ പ്ലാസ്മ എൻസൈംസും അല്ല. പിന്നെ ഏതാണ്? അക്യൂട്ട് ഫേസ് പ്രോട്ടീൻസ് ആണ് കറക്റ്റ് ആൻസർ. ഒരു പെൻഡാമെറിക് പ്രോട്ടീൻ ആണ്, ലിവർ സിന്തസൈസ് ചെയ്യുന്ന ഒരു പെൻഡാമെറിക് പ്രോട്ടീൻ ആണ് നമ്മുടെ CRP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മറന്നു പോകരുത്, ഇപ്പൊ തന്നെ പഠിച്ചു പോകാം. CRP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെൻഡാമെറിക് പ്രോട്ടീൻ ആണ്. എവിടെ സിന്തസൈസ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ ലിവറിലാണ് അത് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അത് എന്തെങ്കിലും ഇൻഫ്ലമേഷനോട് അല്ലെങ്കിൽ ഇൻഫെക്ഷനോട് റെസ്പോൺസ് ആയിട്ടാണ് അത് ഹൈ ലെവലിൽ അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അക്യൂട്ട് ഫേസ് റിയാക്റ്റന്റ് പ്രോട്ടീൻ ആണ്. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഇൻഫ്ലമേഷനോ വന്നു കഴിയുമ്പോൾ അതിന് റെസ്പോൺസ് ചെയ്തുകൊണ്ട് ഈ CRP വളരെ ഹൈ ലെവലായിട്ട് മാറുകയും അപ്പോൾ നമുക്ക് ഡിറ്റക്ഷനും ഡയഗ്നോസിസിനും ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് CRP നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇതാണ് CRPയുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി അക്യൂട്ട് ഫേസ് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തീരുകയാണ്. PSCയുടെ നമ്മുടെ 2023 വർഷത്തിൽ ചോദിച്ച എക്സാമിൻ്റെ ഏകദേശം 100ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനകരമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.